ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDP പ്രഖ്യാപിച്ച പിന്തുണ സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുമെന്നും SDP പിന്തുണയും അങ്ങനെ തന്നെയാണ് കാണുന്നതെന്നും വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. SDP പിന്തുണ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനോടുള്ള സമീപനവും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഡീലുണ്ടാക്കാൻ പോയേ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയോ? വിവരങ്ങളുമായി അമൽ തേൻപറമ്പിൽ ചേരുന്നു. അമൽ, അങ്ങനെ SDP പിന്തുണ സ്വീകരിക്കില്ല, വർഗീയ പാർട്ടികളുടെ ഒപ്പം പോവില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, UDFന്റെ അവസ്ഥ? SDP പിന്തുണ സംബന്ധിച്ച വിഷയത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ ചർച്ച കേരളം കൊണ്ട് മാത്രം ഒതുങ്ങില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ SDP കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നത് വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട് BJP അടക്കം. എന്തായാലും 2 ദിവസത്തെ സമയമെടുത്തു ഈ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടാകാൻ. UDF ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമാണ്, അതിലാണത് വൈകിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. SDP പിന്തുണ UDF സ്ഥാനാർത്ഥികൾക്കോ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ എല്ലാ ജനങ്ങളുടെയും വോട്ട് UDFന് വേണം. വ്യക്തി എന്നുള്ള നിലയിൽ ആർക്ക് വേണമെങ്കിലും UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം. കെ സുധാകരനും അതോടൊപ്പം തന്നെ കെ മുരളീധരനും അടക്കമുള്ളവർ ആര് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നൊരു നിലപാട് പറഞ്ഞിരുന്നു. അത് വ്യക്തികൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിലാണ് അത്തരം നിലപാട് വ്യക്തമാക്കിയത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ആളുകളുടെ വോട്ടുകൾ UDFന് ആര് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കും എന്നുള്ളതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും നിലപാട്. അതിനാൽ തന്നെ അത്തരം സംഘടനകളുടെ പിന്തുണ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ UDF വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി വിവാദം അവസാനിക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ള